നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. സുരക്ഷാ സേനയുടെ വാഹനവ്യൂഹത്തിന് നേരെ IED ആക്രമണം ഉണ്ടാകുകയായിരുന്നു. കുഴിബോംബ് ആയിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ആക്രമണം നടന്നത്. ജഗർഗുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. വീരമൃത്യു വരിച്ചവരിൽ മലയാളിയും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം പാലോട് സ്വദേശിയും 35-കാരനുമായ വിഷ്ണു ആറാണ് വീരമൃത്യു വരിച്ചതിൽ ഒരാൾ. വീരമൃത്യു വരിച്ച രണ്ടാമത്തെ ജവാൻ UP സ്വദേശിയാണ്. കാൺപൂരിൽ നിന്നുള്ള 29-കാരൻ ശൈലേന്ദ്രയാണ് വീരമൃത്യു വരിച്ചത്. ഇരുവരും കോബ്ര 201 ബാലറ്റിലെ ജവാന്മാരായിരുന്നു. സംഭവസ്ഥലത്ത് പരിശോധന ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി CRPF ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം പാലോട് കാലൻകാവ് സ്വദേശിയാണ് കൊല്ലപ്പെട്ട വിഷ്ണു. വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് അർദ്ധരാത്രിയോടെ പാലോടുള്ള വീട്ടിലെത്തിക്കും. അടുത്ത മാസം 15-ന് നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിഷ്ണു. സ്വന്തമായി പുതിയൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മടങ്ങി 1.5 മാസം കഴിയുമ്പോഴാണ് വിഷ്ണുവിന്റെ കുടുംബത്തെ തേടി ഈ വിയോഗ വാർത്ത എത്തുന്നത്. 10 വർഷമായി സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. ഭാര്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ്. വീരമൃത്യു വരിച്ച രണ്ടാമത്തെ ജവാൻ UP സ്വദേശിയാണ്.